നല്ല ഭക്ഷണശീലങ്ങളും ശാരീരിക ആരോഗ്യവും എന്നൊരു ചെറിയൊരു വിഷയമാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ജീവിത രീതിയിൽ അല്ലെങ്കിൽ ജീവിത സാഹചര്യത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നല്ലതോ ചീത്തയോ എന്ന് നമ്മൾ സ്വയം വിലയിരുത്തേണ്ടതുണ്ട്. കാരണം നമ്മുടെ പല അസുഖങ്ങൾക്കും കാരണം നമ്മുടെ ഭക്ഷണ രീതികളാണ്. പണ്ട് കാലങ്ങളിൽ ആളുകൾക്ക് അധികം അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴോ കൂടുതൽ അസുഖം വരുന്നത് ഭക്ഷണത്തിൽ നിന്നാണ്. കാരണം എന്താ? നമ്മൾ ഇപ്പോൾ ഉള്ള ഭക്ഷണങ്ങൾ, അത് ബേക്കറി ആയിക്കോട്ടെ അല്ലെങ്കിൽ പച്ചക്കറി ഫ്രൂട്ട്സ് എന്തോ ആയിക്കോട്ടെ, ഇതിലെല്ലാം കളർ ചേർത്ത് കൊണ്ടാകുന്നു അല്ലെ? നമ്മൾ കൂടുതൽ സമയം ഇപ്പൊ പുറത്തുനിന്ന് എന്താണ്, ഓൺലൈനിലാണ് ഫുഡ് വാങ്ങിക്കുന്നത്. ഓൺലൈൻ ഫുഡ് വാങ്ങിക്കുന്നു, ഹോട്ടൽ ഭക്ഷണം വാങ്ങിക്കുന്നു, അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പണ്ടത്തെ രീതിയിൽ നമ്മൾ ഭക്ഷണം കഴിച്ചു പോവുകയാണെങ്കിൽ 90% അസുഖങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണം, ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കണം, സന്തോഷം കണ്ടെത്തണം, അതെല്ലാം വേണം. പക്ഷേ നമ്മുടെ ജീവിതശൈലിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നമ്മൾ ഭക്ഷണത്തിൽ നിയന്ത്രണം കൊണ്ടുവരണം. കാരണം നമ്മള് 3 നേരം ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇല്ലേ? ചിലർ 4 നേരം കഴിക്കുന്ന, ചിലർ 5 നേരം കഴിക്കുന്നുണ്ട്, ചിലർ 2 നേരം, ചിലർ 1 നേരം കഴിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ നമ്മള് ഭക്ഷണ രീതിയിൽ ഒരുപാട് വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ നമ്മളിൽ പല പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ ഉണ്ടാവും. നമ്മളെല്ലാവരും, നിങ്ങളെല്ലാവരും, എല്ലാവർക്കും അസുഖങ്ങൾ ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. പലർക്കും പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അത് മാനസികം, ചിന്താപരം, ശാരീരികം, ആരോഗ്യപരം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ. ഇപ്പോ നമ്മള് ബേക്കറിയിൽ നിന്ന് പല സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട് ഇല്ലേ? ബേക്കറിക്കാരെ കുറ്റപ്പെടുത്തുന്നില്ല, നല്ല നല്ല സാധനങ്ങൾ ഒരുപാടുണ്ട്. ഇതിലെല്ലാം പലരും കളർ ചേർത്തിട്ടാണ്. ഹോട്ടലിൽ പോയി കഴിക്കുന്നു, ചിക്കൻ ചില്ലി, ബീഫ് ചില്ലി, ഇതിലൊക്കെ എത്ര കളർ ചേർക്കുന്നുണ്ട്. അപ്പോ ഭക്ഷണം ഞാൻ പുറത്തുനിന്ന് കഴിക്കണ്ട എന്ന് പറയുന്നില്ല. ഞാനും പുറത്തുനിന്ന് കഴിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ നമ്മളതൊരു നിയന്ത്രണമാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമ്മുടെ ശാരീരിക ആരോഗ്യത്തിന് നമ്മുടെ ഭക്ഷണം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്ന് ഞാൻ സൂചിപ്പിക്കുന്നു എല്ലാവരോടും. പിന്നെ വീണ്ടും പറയുന്നു, പല വീഡിയോകളും പറഞ്ഞാണ്, നമുക്കൊരു ഭക്ഷണ രീതിക്ക് കൃത്യമായ സമയം കണ്ടെത്തണം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് 7 to 8:30. ഉച്ചക്ക് ലഞ്ച് എന്ന് പറയുന്നത് 12 to 1:30. രാത്രി ഡിന്നർ എന്ന് പറയുന്നത് 7 to 7:30. ഇങ്ങനെ സമയം നമ്മൾ പാലിക്കുകയാണെങ്കിൽ നമുക്ക് പല മാറ്റങ്ങൾ വരും. പിന്നെ നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഒന്ന് കുറയ്ക്കുക. അരി, ഗോതമ്പ് മുതലായവയാണ് കാർബോഹൈഡ്രേറ്റ്. അപ്പോൾ ഓരോരുത്തർക്കും, ഇപ്പോ നമ്മളോടൊപ്പം അറ്റൻഡ് ചെയ്യുന്ന ഓരോരുത്തരോടും എന്ത് കഴിക്കണം എന്ത് കഴിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡയറ്റ് തരുമ്പോൾ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക, കൂട്ടൊന്നും ചെയ്യരുത്. കാരണം നിങ്ങൾ നിങ്ങളുടെ ഡയറ്റീഷ്യനോടോ അല്ലെങ്കിൽ നല്ല അറിവുള്ള ഒരാളോട് ചോദിച്ചതിന് ശേഷം ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ ഡോക്ടറോട് ചോദിച്ചിട്ട് ചെയ്യാൻ പാടും. ഇപ്പൊ വെയിറ്റ് ലോസിന് പലരും കാർബോഹൈഡ്രേറ്റ് പൂർണ്ണമായി ഒഴിവാക്കുന്നുണ്ട്. വെയിറ്റ് ഗെയിന് കാർബോഹൈഡ്രേറ്റ് നന്നായി കഴിക്കുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും, അത് ഓരോരുത്തർക്കാ. നമുക്ക് എന്താണോ അസുഖമുള്ളത് ആ അസുഖങ്ങൾക്കനുസരിച്ചുള്ള ഡയറ്റുകൾ നമ്മൾ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കണം. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വെള്ളം നല്ല രീതിയിൽ കുടിച്ചിരിക്കണം. പലരും പറയും 20 കിലോന് 1 ലിറ്റർ വെള്ളം കുടിക്കണം, 25 കിലോ ലിറ്റർ വെള്ളം കുടിക്കുന്നത്. ഞാൻ പറയുന്നു 25 കിലോന് 1 ലിറ്റർ വെള്ളം നിങ്ങൾ നിർബന്ധമായും കുടിച്ചിരിക്കണം. ഒരു പോയിന്റ് ഇടയിൽ പറയുന്നു, നമുക്ക്, നിങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്ക്, നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും മാനസിക, ചിന്ത, ശാരീരിക ആരോഗ്യ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമായിരിക്കണം നമ്മുടെ ഡയറ്റ്. ഡോക്ടറോട് ചോദിക്കണം ഇന്നത് കഴിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, പഞ്ചസാരയും ഉപ്പും 100% നിങ്ങൾ ഒഴിവാക്കിയാൽ 90% അസുഖങ്ങളാണ്. പഞ്ചസാര, ഉപ്പ്, വെള്ളരി ഇത് വിഷമാണ് എന്ന് പല ബുക്കുകളിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ നന്നായി ക്രമേണ കുറച്ച് നോക്കൂ.
ഒരു വെയിറ്റ് ലോസ്, നിങ്ങളൊരു 3 മാസം പഞ്ചസാര തൊടാതെ നിങ്ങൾ മുന്നോട്ട് പോയി നോക്ക്, തന്നെ വെയിറ്റ് കുറയും. പല ആളുകളും വിചാരിക്കുന്നുണ്ട് ഒരു യോഗ ചെയ്താലോ, ഒരു ജിമ്മിൽ പോയാലോ, അല്ലെങ്കിൽ സുംബ ഡാൻസ് പോയാലോ, അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്താലോ വെയിറ്റ് കുറയുന്നു. നോ, കുറയില്ല. അതിൽ കുറെ ഘടകങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ വെയിറ്റ് കുറയും. ഭക്ഷണം കൺട്രോൾ ചെയ്യണം, ആവശ്യത്തിന് പ്രോട്ടീൻ, പച്ചക്കറി, ഫ്രൂട്ട്സ് ഇത് കഴിക്കണം. അങ്ങനെ ഉറക്കം ക്ലിയർ ആയിരിക്കണം, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം, കൃത്യസമയത്ത് ഉറങ്ങണം, അത്യാവശ്യം വർക്കൗട്ട്, സുംബ, യോഗ എല്ലാം ചെയ്യണം. ഇതെല്ലാം കണക്ട് ചെയ്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് റിസൾട്ട് വരുന്നത്. അപ്പോൾ നാളെ ഒരു യോഗ ക്ലാസ് കയറി അല്ലെങ്കിൽ നാളെ ഒരു ജിമ്മിന് പോയി നിങ്ങൾ വെയിറ്റ് കുറയില്ല. നമ്മളത് മനസ്സിലാക്കണം, അങ്ങനെ ഓരോ കാര്യങ്ങളും. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ശാരീരിക ആരോഗ്യത്തിന് ഭക്ഷണം വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ കൃത്യസമയത്ത് കഴിക്കുക, കൃത്യസമയത്ത് ഉറങ്ങുക. ഒരു കാര്യം ഞാൻ പറഞ്ഞു, നേരത്തെ ഉറങ്ങുക, നേരത്തെ എഴുന്നേൽക്കുക, എന്ന് രാവിലെ 1 മണിക്കൂർ യോഗയോ വ്യായാമം ചെയ്യുക. യെസ്, നമ്മൾ സ്ഥിരമായിട്ട് രാവിലെ 2 സെഷൻ ഉണ്ട്. 4:35 മുതൽ 5:35 സെഷൻ, 5:40 6:45 വരെ സെഷൻ. ഇത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്, ഇത് നിർത്തുന്നില്ല. എന്നോടൊപ്പം അറ്റൻഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പുതിയത് ആരെങ്കിലും കാണുന്ന അവർക്കും ജോയിൻ ചെയ്യാം. നിങ്ങളുടെ റിലേറ്റീവ്സിനെ കൊണ്ടുവരാം, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ കൊണ്ടുവരാം, നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാവരെയും കൊണ്ടുവരാം. 100% റിസൾട്ടാണ്. അവിടെ എൻ്റെ പോയിന്റ്. പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ. 100% റിസൾട്ട്. ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ 100% റിസൾട്ട്. നിങ്ങൾക്ക് എൻ്റെ സോഷ്യൽ മീഡിയ പേജ് നോക്കിയാൽ തന്നെ അറിയാം, അല്ലേ? അപ്പോൾ നിങ്ങളാണ് തീരുമാനമെടുക്കേണ്ടത്. നിങ്ങൾ പൂർണ്ണ ആരോഗ്യവാനായിരിക്കണോ, ആരോഗ്യവതിയായിരിക്കണോ, അതോ വേണ്ടോ എന്ന് നിങ്ങൾ തീരുമാനമെടുക്കാം. യെസ്, വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ വരാം. ഓക്കെ, താങ്ക് യു.